സൃഷ്ടികൾ നിന്നെ പുകഴ്ത്തി പറയുന്നത് കണ്ട് പെട്ടുപോകണ്ട. ഇന്ന് പലരും വലിയ ശൈഖന്മാരായി ഇരുന്ന് ജനങ്ങളുടെ കൈവശത്തിലുള്ളത് ചൂഷണം ചെയ്യാൻ വേണ്ടി ആലിമീങ്ങളെ തള്ളിപ്പറയുകയും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇൽമിന്റെ ബഹുമാനം കുറക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ സംഘടനയെ സംബന്ധിച്ചും തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, താജുൽ ഉലമ എന്തിനു വേണ്ടി പ്രായമുള്ള കാലത്തും ബഹുമാനപ്പെട്ടവരെന്തിന് സംഘടനാ പ്രവർത്തനം നടത്തി? നൂറുൽ ഉലമ എന്തിനു വേണ്ടി സംഘടനാ പ്രവർത്തനം നടത്തി? അവരെങ്ങനെ പ്രവർത്തിക്കാൻ കാരണമുണ്ട്. നമുക്കറിയാം, താജുൽ ഉലമ ഓതിപ്പടിച്ച സ്ഥാപനമാണ് വാഴക്കാട് ദാറുൽ ഉലൂം. അന്നത്തെ കാലത്ത് അതൊരു വലിയ സ്ഥാപനം തന്നെയാണ്. ആ താജുൽ ഉലമ ഓതിക്കൊടുത്ത മർഹൂം കണ്യത്ത് ഉസ്താദ്, അല്ലാഹു അവരെല്ലാം കൂടെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, കണ്യത്ത് ഉസ്താദ് ഓതിപ്പടിച്ച സ്ഥാപനമാണ് ദാറുൽ ഉലൂം. അവിടെ ദർസ് നടത്തിയത് ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാറാണ്. അവിടത്തേക്ക് അതിനു മുമ്പ് തന്നെ ദർസിൽ വന്നത് അവിടുത്തെ ഉസ്താദാണ്. ആ ദാറുൽ ഉലൂം ഇപ്പോൾ ആരുടെ കൈവശത്തിലാണ്? അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കൈവശത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്? ആ കാലഘട്ടത്തിൽ നമ്മുടെ SYS-ഉം SSF-ഉം മുസ്ലിം ജമാഅത്തും ഇന്നത്തതുപോലെ സജീവമായി ഉണ്ടായില്ല എന്നതാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെതിരെ ശബ്ദമുയരുമായിരുന്നു. അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ശാദുലി റാത്തീബ് ചൊല്ലുന്നവർ ഇപ്പോഴുമുണ്ട്. ആ അബുൽ ഹസൻ ശാദുലി തങ്ങളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട കോഴിക്കോട്ടെ ശാദുലിപ്പള്ളി ഇപ്പോൾ ആരുടെ കൈവശത്തിലാണ്? അത് മുജാഹിദിന്റെ കൈവശത്തിലാണ്. കാരണം എന്താണ്? അവിടെ ആ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ശക്തിപ്പെട്ടില്ല എന്നതാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പേരിൽ അതേ മുഹയ്യിദ്ദീൻ മാല രചിച്ച പണ്ഡിതൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായി ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ആ കോഴിക്കോട് അങ്ങാടിയിൽ ഹൃദയസ്ഥാനത്ത് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നിർമ്മിച്ച പള്ളി ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അത് മുജാഹിദിന്റെ കൈവശത്തിലാണ്. അവിടെ ഒരു മുഹയ്യിദ്ദീൻ മൗലിദ് ഓതാൻ പറ്റില്ല, റാത്തീബ് ചൊല്ലാൻ പറ്റില്ല. അതിന്റെ ഇപ്പുറത്ത് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാ നിർമ്മിച്ച പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിച്ച പട്ടാളപ്പള്ളി ആരുടെ കയ്യിലാണ്? മുജാഹിദിന്റെ കയ്യിലാണ്. അവിടെ ഇപ്പോൾ ടിപ്പു സുൽത്താൻ ചെയ്തതുപോലെയുള്ള അമല് ചെയ്യാൻ പറ്റില്ല. എന്താണ് കാരണം? നമുക്ക് സംഘടനാ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ സജീവമായി ഉണ്ടായില്ല എന്നതാണ്. കുറ്റിയാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൈയടക്കി അവിടെയുള്ള മഹാന്മാരുടെ മഖ്ബറുകൾ അടിച്ചു തകർത്തത് എന്തുകൊണ്ടാണ്? അന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമായില്ല എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന കുറെ ബംഗാളികളുണ്ടല്ലോ. ആ ബംഗാളികളെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് നിനക്ക് ഫാത്തിഹ തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്കൂ. പേര് നല്ല സദഖത്തുള്ള, റഹ്മത്തുള്ള, ഹബീബുർ റഹ്മാൻ ഇങ്ങനെയൊക്കെയാണ് പേര്. പക്ഷേ ഫാത്തിഹ ഓതാൻ അറിയില്ല, ഒതു എടുക്കാൻ അറിയില്ല. എന്തേ കാരണം? അവിടെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുലും ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായില്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിലുള്ള സംഘടനാ പ്രവർത്തനം ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവർ അനാഥകളായി പോയി. കാരണം ഉലമാക്കൾ സംഘടിച്ച് ജനങ്ങളെ പ്രവർത്തന രംഗത്തിറക്കുന്നതിൽ വടക്കേ ഇന്ത്യയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആലിമീങ്ങളില്ലാഞ്ഞിട്ടല്ല, ആലിമീങ്ങളൊന്നും എന്നും ഉണ്ടായിരിക്കും. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വളരെ പരിതാപകരമായ അവസ്ഥയായി പോയി. ജുമാ നിസ്കരിക്കാൻ വിളിക്കും, എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല എന്ന് പറയുന്നവരാണ് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നവർ. ഈമാനില്ലാത്തവരാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ഇൽമില്ല. അപ്പൊ സംഘടനാ പ്രവർത്തനം ഇല്ലെങ്കിൽ, ഞാൻ പറയട്ടെ, സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ജാമിഅ സഅദിയ ഇല്ല, മർകസു സഖാഫത്തി സുന്നിയ ഇല്ല, സിറാജുൽ ഹുദ ഇല്ല, മഅദിൻ ഇല്ല, മഖർ ഇല്ല. സംഘടനയുണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അത് വേണമെന്ന് ചിന്തിച്ച നമ്മുടെ പണ്ഡിതന്മാർ, അവരെക്കാൾ വലിയ വിവരമുള്ളവരൊന്നും ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. താജുൽ ഉലമയെ മറികടക്കുന്ന, നൂറുൽ ഉലമയെ മറികടക്കുന്ന, ഓക്കെ ഉസ്താദിനെ മറികടക്കുന്ന അങ്ങനത്തെ വലിയ ആലിമീങ്ങളൊന്നും ഇവിടെ ആരും ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമ്മളാരും വിഡ്ഢികളല്ല. അതുകൊണ്ട് പറയട്ടെ, ആ സാലിഹീങ്ങളായ പണ്ഡിതന്മാർ, അവരെന്നും ദിക്റ് ചൊല്ലുന്നവർ, വണ്ടിയിലിരുന്നാലും ഖുർആൻ ഓതുന്നവർ, ഒരു ദിവസവും തഹജ്ജുദ് നഷ്ടപ്പെടാത്തവർ, ഒരു ദിവസവും ദുഹാ നഷ്ടപ്പെടാത്തവർ, അങ്ങനെയല്ലേ ആ മഹാന്മാരുടെ ജീവിതം. ഇപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു, ശൈഖായിരിക്കുന്നവരും മുരീദായി പ്രചരിപ്പിക്കുന്നവരും അവരോട് ചോദിക്കും, ദുഹാ എത്രയാണ് നിസ്കരിച്ചത്, തഹജ്ജുദ് എപ്പോഴാണ് നിസ്കരിച്ചത്, ഖുർആൻ എത്രയോ ദിവസം ഓതിയത്, ദിക്ർ എത്രയാ ചൊല്ലിയത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏതൊക്കെയാ ദിക്ർ ചൊല്ലിയത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറേ ഗീബത്ത്, കുറേ നമീമത്ത്, മഗ്രിബ് മുതൽക്കേ ഗീബത്തും നമീമത്ത്. ഇങ്ങനെയല്ലേ ഇന്നത്തെ ജീവിതം. ഈ ജീവിതം നയിച്ചിട്ട് ഞങ്ങൾ ശൈഖന്മാരാണെന്ന് വാദിച്ച് സംഘടന വേണ്ടെന്ന് പറയുന്നവരുടെ ചതിയിലും പെട്ടുപോകരുതെന്ന് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു, അതേ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അൽ ഹനഫിയ്യ എന്ന് പറയുന്ന ഭാര്യയിൽ ജനിച്ച മോനാണ്. ആ മോനാണ് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ്യ. അവരുടെ സന്താന പരമ്പരയിലുള്ള മഹാപണ്ഡിതനും സൂഫിയാക്കളുടെ നേതാവും ആരിഫും ആലിമും ശൈഖുമാണ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കാലഘട്ടത്തിൽ തന്നെയുള്ള പല ശൈഖന്മാരും വാദികളാണ്. ശൈഖന്മാരല്ല, ശൈഖ് വാദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ് മഹാനവറുകൾ കിതാബ് എഴുതിയത്. എങ്കിൽ പിന്നെ ഈ ആഖിർ സമാനിൽ അത്തരത്തിലുള്ള വാദം ഉന്നയിച്ച് ഉലമാക്കളെ തള്ളിപ്പറയുന്നവരും സംഘടനകളെ തള്ളിപ്പറയുന്നവരുമൊക്കെ ഇന്ന് ഒരു മുസീബത്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത്
എല്ലാവരോടും ഉണർത്തി, ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ എവിടെ എത്തിയാലും നമ്മുടെ സംഘടന നൂറുൽ ഉലമ പഠിപ്പിച്ച, അതേ താജുൽ ഉലമ പഠിപ്പിച്ച നമ്മുടെ സംഘടന വളർത്തുന്നതിൽ നമ്മൾ സജീവമാകണം.